അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത്തരത്തിലൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിൽ നമ്പേഴ്സ് ആയിരുന്നു മെട്രിക്സിലെ എലമെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ സൈൻ കോസ് പോലുള്ള ഫങ്ഷൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 0 അതുൾപ്പെടുന്ന റോയും കോളവും മൈൻഡ് ചെയ്യണ്ട. ബാക്കി അപ്പോൾ ഇത് രണ്ടും മൈൻഡ് ചെയ്യണ്ട. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി എളുപ്പമാവും തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ബാക്കിയുള്ള ആൾക്കാരെ ഞാനിങ്ങനെ എഴുതി വെച്ചേക്കണം. അപ്പോൾ 0 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു, അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ആ റോയും കോളവും ഇനി മൈൻഡ് ചെയ്യണ്ട, ബാക്കിയുള്ള ആൾക്കാരെ മാത്രം ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതി കേട്ടോ. ഇനി അടുത്തത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് എടുക്കുക. അപ്പോൾ അതെടുക്കുമ്പോൾ ഒരു മൈനസ് ചിഹ്നം ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ മൈനസ് സൈൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു റോയും പോയി, സെക്കൻഡ് കോളവും പോയി, ബാക്കിയുള്ളത് മാത്രം നമുക്കിവിടെ എഴുതാം. അപ്പോൾ മൈനസ് സൈൻ ആൽഫ, അതുപോലെ ഇവിടെയാണെങ്കിൽ സൈൻ ബീറ്റ, ഇവിടെ കോസ് ആൽഫ, ഇവിടെ 0 അങ്ങനെ എഴുതി. ഇനി അടുത്തത് തേർഡ് എലമെൻറ്റിനെ എടുക്കുക. തേർഡ് എലമെൻറ്റിനെ എടുക്കുമ്പോഴും പ്ലസ് ചിഹ്നം ഇട്ടിട്ട് ഈ കിടക്കുന്ന ആളെ തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് കോസ് ആൽഫയാണ് ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ പ്ലസ് ചിഹ്നം ഇട്ടാലും പ്ലസ് മൈനസ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോഴും ഈ പറയുന്ന മൈനസ് കോസ് ആൽഫ അങ്ങനെ തന്നെ എടുത്തു. നമ്മൾ രണ്ടാമത് കിടക്കണതിൻ്റെ മാത്രമേ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള ഇതിൻ്റെ ആയാലും ഇയാളുടെ ആയാലും സൈനിന് ഒന്നും ചെയ്യണ്ട. എന്ത് സൈനാണോ കിടക്കുന്നത് അതനുസരിച്ച് തന്നെ എടുത്താൽ മതി. അപ്പോൾ മൈനസ് ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് മൈനസ് സൈൻ ആൽഫ, 0 കോസ് ആൽഫ, മൈനസ് സൈൻ ബീറ്റ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 0 ഇൻറ്റു എന്ത് വന്നാലും ആൻസർ 0 ആണ്. സോ ഇതിനെ ചെയ്ത് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. 0 ഇൻറ്റു എന്നാണ് വന്നേക്കുന്നത്. സോ ഈ ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ 0. അതിന് ചെയ്ത് നോക്കി സമയം കളയേണ്ട ഒരു കാര്യവുമില്ല. അടുത്തത് മൈനസ് സൈൻ ആൽഫ അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 0 മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 0 മൈനസ് സൈൻ ബീറ്റ ഇൻറ്റു കോസ് ആൽഫ, സൈൻ ബീറ്റ ഇൻറ്റു കോസ് ആൽഫ അവിടെ വെച്ചു. അടുത്തതിൽ ഈ മൈനസ് കോസ് ആൽഫ അങ്ങനെ തന്നെ എഴുതി. ഞാൻ താഴേക്ക് എഴുതണു. മൈനസ് കോസ് ആൽഫ അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ, മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ ആൽഫ സൈൻ ബീറ്റ എന്ന് കിട്ടി. സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. 0 ഇൻറ്റു എന്നാണ് വരുന്നത്. 0 തന്നെ അവിടെ വെച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് ഒന്ന് എത്തിക്കാം. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആൽഫ ഈ സാധനം. അപ്പോൾ ഈ മൈനസ് സൈൻ ആൽഫേനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ ഇൻറ്റു കോസ് ആൽഫ എന്ന് എഴുതാം. ഇതുപോലെ ഇവിടേക്കാണെങ്കിൽ മൈനസ് ഇതുള്ളിലേക്ക് ഗുണിക്കുമ്പോൾ കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇവിടെ നോക്കിയേ, ഇത് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇത് തന്നെയല്ലേ ഈ കിടക്കണത്. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വന്നാലും സാധാരണ നമ്പേഴ്സ് തരുന്ന പോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് ഇത്തരത്തിൽ ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്തൊരു കുറച്ച് വ്യത്യസ്തമായൊരു ചോദ്യം നോക്കാം. കുറച്ച് വ്യത്യസ്തം എന്നാലും എക്സാമിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ഈ രണ്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂസും ഈക്വൽ ആണെന്ന് തന്നേക്കും.
അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും ഈക്വൽ ആണെന്ന് തന്നേക്കുന്നു. നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇതാണ്. ഈക്വൽ ടു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ പറഞ്ഞാൽ 3 × 1 മൈനസ് 4 × 2. അപ്പോൾ 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇവിടെയാണെങ്കിൽ 3 × 1 3 മൈനസ് 8. 3 മൈനസ് 8. 3 മൈനസ് 8 എന്ന് പറഞ്ഞാൽ -5 എന്ന് എഴുതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ -x² കിടക്കണേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഈ -x² ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. -x² വലത്തോട്ട് വന്നു കഴിഞ്ഞാൽ +x² ആയി. ഈ -5 ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് +5 ആയി. അപ്പോൾ നമുക്ക് 8 = x² എന്ന് കിട്ടി. 8 = x² എന്ന് കിട്ടി. x² 8 ആണെങ്കിൽ എക്സ് ആരാ? നമുക്ക് ഒരു സ്ക്വയറിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ± എന്നാണ് വരിക. അപ്പോൾ x² 8 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ±8 ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഈ √8നെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കണ പോലെ സിംപ്ലിഫൈ ചെയ്ത് 2√2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ ±2√2. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സിന് 2 ആൻസേഴ്സ് ഉണ്ട്. ഒന്ന് +2√2 അല്ലെങ്കിൽ ഒരു ആൻസർ കൂടി ഉണ്ട് x = -2√2. ഇത് രണ്ടും എക്സിൻ്റെ ആൻസറുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ആൻസർ എഴുതിയാലേ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 2 ഡിറ്റർമിനൻസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. നമുക്ക് അടുത്ത് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാനായിട്ട് 2 × -1 2 × -1 മൈനസ് 4 × -5 4 × -5. അപ്പോൾ 2 × -1 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഈ മൈനസും ചേരുമ്പോൾ +ആയി. 4 × 5 20. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ വരിക -2 + 20. ഒരു മൈനസ് വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. സോ -2 + 20 എന്ന് പറഞ്ഞ ആൻസർ 18. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ 18 എന്ന് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെയും ഡിറ്റർമിനൻറ്റ് കാണാനായിട്ട് സെയിം ഓർഡർ. ആദ്യം തന്നെ നമ്മൾ cos θ × cos θ cos θ × cos θ നമുക്കറിയാം. cos θ × cos θ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു cos² θ മൈനസ് sin θ × sin θ മൈനസ് sin θ യും sin θ യും. അപ്പോൾ -sin² θ. ഇപ്പോൾ ഇവിടെ 2 മൈനസ് അടുത്തടുത്ത് കിടക്കണം. സോ നമുക്കിതിനെ cos² θ മൈനസും ചേർന്ന് കഴിഞ്ഞാൽ +sin² θ എന്ന് എഴുതാം. cos² θ + sin² θ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1. ഇതുപോലെ അടുത്ത ഒരു സി ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയും സെയിം ഓർഡറിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ആദ്യം x² - x + 1 ഇൻറ്റു x + 1. ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x - 1 ഇൻറ്റു x + 1. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എക്സ് കൊണ്ട് x² മൾട്ടിപ്ലൈ ചെയ്യാം. x × x² x³ ആണെന്ന് നമുക്കറിയാം. ദെൻ x × -x x × -x എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നം അടക്കം എടുക്കണം കേട്ടോ. വെറുതെ x × x ചെയ്താൽ പോരാ. x ×
മൈനസ് എക്സ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതുപോലെ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് കിട്ടി. അങ്ങനെ ഈ എക്സ് കൊണ്ട് ഇവരെ 3 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ ഈ 1 കൊണ്ട് ആദ്യം എക്സ് സ്ക്വയറിനെ ഗുണിക്കുക. 1 ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ, 1 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ്, 1 ഇൻറ്റു 1 പ്ലസ് 1 അങ്ങനെ കിട്ടി. ഇതുപോലെ ഇവിടെ ഈ മൈനസ് ചിഹ്നം ഇട്ടു. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മുമ്പ് കണ്ടതാണ്. നമ്മൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൈനസിന് ശേഷം 2 ടേമൊക്കെ വരികയാണെങ്കിൽ അവരെ ഞാൻ ബ്രാക്കറ്റിലിടണം. അപ്പോൾ ഇതിനെ ബ്രാക്കറ്റിലിട്ടു. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 0 ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്തോളാം. ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, ഒരു മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഇവിടെ ഒരു എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്. ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ മൈനസ് എക്സ് സ്ക്വയർ, ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് 1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് ക്യൂബ് ആദ്യം എഴുതി, മൈനസ് എക്സ് സ്ക്വയർ എഴുതി, 1ഉം 1ഉം കൂട്ടിയ 2. അപ്പോൾ ഈ തന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ തന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നാണ്. അടുത്തത് നമ്മൾ കണ്ട റിമാർക്ക് ഒന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് 2a എന്ന് പറയുന്നത് 4 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എയോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2a എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ ആണെന്ന് നമ്മൾ റിമാർക്കിൽ കണ്ടു. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എപ്പോഴും വെരിഫൈ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡ് ആദ്യം ചെയ്ത് നോക്കുക, ദെൻ റൈറ്റ് സൈഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ LHS എന്ന് പറഞ്ഞ് തുടങ്ങി. ലെഫ്റ്റ് സൈഡിൽ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ആരാണ് 2a എന്ന് നോക്കി. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു a. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു മെട്രിക്സ് 1 2 4 2. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻസിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 4 8 4 ഇങ്ങനെ കിട്ടി. ഇതാണ് മാട്രിക്സ് 2a. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നേരെ ഡിറ്റർമിനൻറ്റ് 2a കണ്ടുപിടിക്കാം. ഈ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2a ഈക്വൽ ടു 2 ഇൻറ്റു 4 8 മൈനസ് 4 ഇൻറ്റു 8 32. അതായത് 8 മൈനസ് 32 മൈനസ് 24. ഇതാണ് നമ്മുടെ വെരിഫൈ ചെയ്യേണ്ട ഇക്വേഷനിലെ ലെഫ്റ്റ് സൈഡിന് കിട്ടുന്ന ആൻസർ. LHSൻ്റെ ആൻസർ കണ്ടു. ഇനി നമുക്ക് RHSൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ RHS എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ എന്നാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 2 മൈനസ് 2 ഇൻറ്റു 4 8 2 മൈനസ് 8 എന്ന് പറഞ്ഞാൽ മൈനസ് 6. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. ഇനി RHSൽ 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ നോക്കാം. അപ്പോൾ 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 6. 4 ഇൻറ്റു മൈനസ് 6 മൈനസ് 24. അപ്പോൾ നോക്കിയേ, ഡിറ്റർമിനൻ്റ് 2എയുടെ ആൻസറും മൈനസ് 24, 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എയുടെ ആൻസറും മൈനസ് 24. അപ്പോൾ നമുക്ക് ഹിയർ LHS ഈക്വൽ ടു RHS എന്ന് പറയാം. LHS ഈക്വൽ ടു RHS. ദെയർഫോർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, മാട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് 2a ഈക്വൽ ടു 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിമാർക്ക് ഒരെണ്ണം ഇവിടെ വെരിഫൈ ചെയ്ത് വെച്ചു.
ഇതുപോലെ 3/3 മെട്രിക്സിൻ്റെ കാര്യത്തിലും ഈ റിമാർക്ക് ശരിയാണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം നമ്മൾ ഈ ഇക്വേഷനാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ LHS എടുത്തു. LHSൽ പറയണത് ഡിറ്റർമിനൻ്റ് 3A ആണ് ചോദിക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 3A കണ്ടുപിടിക്കുക. 3A എന്ന് പറഞ്ഞാൽ 3 × A. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന A എന്ന മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓരോ ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3, 0നെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ. ഇവിടെ 3, 0, 3, 6, 0, 0, 12. ഇങ്ങനെയാണ് 3A എന്ന് പറയുന്ന മെട്രിക്സ് വരിക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് 3A ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻ്റ് 3A ഈക്വൽ ടു ഫസ്റ്റ് റോ വെച്ച് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യത്തെ എലമെൻ്റ് എടുത്തു 3, അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളടത്ത് ചെയ്യുമ്പോൾ 36 - 0 അവിടെ വെച്ചു. അടുത്തത് മൈനസ് രണ്ടാമത്തെ എലമെൻ്റ് എടുക്കണം. ഇവിടെ 0 ആണ്, അതെടുത്തു. അപ്പോൾ അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്തോ ഒരു ടേം വരും, അതെന്താണെന്ന് പോലും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പുറത്തൊരു 0 കിടക്കുന്നുണ്ട്. 0 കൊണ്ട് ആരെ ഗുണിച്ചാലും ഉത്തരം 0 സോ ഈ ടേം ഏതാണെന്ന് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെയുള്ളത് +3 × ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് 0 - 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക 3 × 36 108. ബാക്കിയുള്ളതൊക്കെ -0 +0 എന്ന് പോയി. അപ്പോൾ ഇതിലെ LHSൻ്റെ ആൻസർ കിട്ടുക 108. ഇതിൽ ഈ ഡിറ്റർമിനൻ്റ് 3A എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് 108 എന്നാണ്. ഇനി നമുക്ക് ഈ RHS ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ RHS എന്ന് പറയുമ്പോൾ RHS ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് A കാണുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ A. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 1, അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളിടത്ത് 4 - 0 എന്നാണ് വരിക. ഇതേപോലെ രണ്ടാമത്തെ ഈ 0 എടുക്കാം. അപ്പോൾ അതിനെ മൈനസ് ഇട്ടിട്ട് വേണം എടുക്കാൻ. രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും മൈനസ് ഇട്ട് എടുത്തു. 0 ആണ്. അപ്പോൾ 0 × എന്ത് വന്നാലും 0 തന്നെ. അപ്പോൾ ബാക്കിയുള്ള ടേം അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ല. +1 × 1 എടുത്തു കഴിഞ്ഞാൽ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0 എന്ന് തന്നെയാണ് കിട്ടുക. അവിടെ വെച്ചു. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരിക 1 × 4 4 എന്നാണ് കിട്ടുക. നമുക്കപ്പോൾ 27 × ഡിറ്റർമിനൻ്റ് A എന്താണെന്ന് നോക്കാം. 27 × ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 27 അങ്ങനെ തന്നെ എഴുതി. ഡിറ്റർമിനൻ്റ് A എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 27 × 4 108 എന്ന് കിട്ടി. അപ്പോൾ നോക്കി, നമുക്ക് LHSൻ്റെ ആൻസർ കിട്ടിയതും 108, RHSൻ്റെ ആൻസർ കിട്ടിയതും 108. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. ഹിയർ LHS ഈക്വൽ ടു RHS. ദെയർഫോർ ഡിറ്റർമിനൻ്റ് 3A ഈക്വൽ ടു 27 × ഡിറ്റർമിനൻ്റ് A. ഇവിടെ അടുത്ത ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. A ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനായിട്ട് ആൻസർ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാൻ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 1 × അതുൾപ്പെടുന്ന റോയും കോളവും ഇനി മൈൻഡ് ചെയ്യേണ്ട, ഇതിങ്ങനെ ഒഴിവാക്കി ഇവിടെ നോക്കുക. ബാക്കി ഇവിടെ 1 × -9 -9 -3 × 4 എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. അടുത്ത ഫസ്റ്റ് റോയിൽ അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ മൈനസ് ചിഹ്നം ഇട്ടിട്ട് വേണം എടുക്കാൻ. 1 എടുത്തു. ഈ 1 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ബാക്കി 2 × -9 -18 -3 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ -15. ഇനി ഇതുപോലെ അടുത്ത എലമെൻ്റ് എടുക്കുക. അപ്പോൾ ഇത് അതുപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അയാളെ -2 × എന്ന് പറഞ്ഞ അയാൾ എടുക്കുക. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 2 × 4 8 -1 × 5 5. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ -9 + 12 എന്നാണ് വരിക. മൈനസും ചേരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ ഇവിടെ -9 + 12 എന്ന് പറഞ്ഞാൽ 3 ആണ്.
ഇനി ഇവിടെ -1 ഉണ്ട് ഇൻറ്റു -18 -15 മൈനസും മൈനസും ചേരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ -18 + 15 എന്ന് വെച്ചാൽ -3 ആയി. ഇവിടെ ആണെങ്കിൽ -2 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ 1 × 3 3 ആണ്. -1 × -3 എന്ന് പറഞ്ഞാൽ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. ഇവിടെ -6. അപ്പോൾ ഇത് 3 + 3 6 -6 എന്ന് പറയുമ്പോൾ ഉത്തരം 0. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 എന്ന് കിട്ടി. ഇനി ഇതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് 2 4 5 1 എന്ന് പറയുന്നതും ഡിറ്റർമിനൻറ്റ് 2x 4 6x എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് തന്നേക്കും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ ചെയ്തതാണ്. നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സെയിം ആണെന്ന് തന്നേക്കണം. നമ്മൾ ആദ്യം ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുകയാണെങ്കിൽ 2 × 1 2 -4 × 5 20 ഈക്വൽ ടു ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് കാണുകയാണെങ്കിൽ 2x × x 2x². ഇത് -4 × 6 24. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ എക്സ് ഉള്ള ടൈം അവിടെ നിന്നോട്ടെ. ഇവിടെ 2 - 20 പറഞ്ഞാൽ -18 എന്ന് എഴുതാം. ഇത് റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ നിർത്തി. 2x² -24. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ -24 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ -24 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് +24. മൈനസ് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ പ്ലസ് ആവും. ഇവിടെ 2x² അങ്ങനെ തന്നെ നിർത്തി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -18 + 24 എന്ന് പറഞ്ഞാൽ ഇതിലൊരു മൈനസേ ഉള്ളൂ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. സോ ഇവിടെ 6 = 2x² എന്ന് കിട്ടി. ദെൻ 2ന് ഇപ്പുറത്തേക്ക് കൊടുക്കുക. നമുക്ക് x ആണ് വേണ്ടത്. അപ്പോൾ x ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മാറ്റണം. അപ്പോൾ 2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 6/2 ഇങ്ങനെ വന്നു. അതായത് therefore നമുക്ക് പറയാം x² = 6/2 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ x = സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊടുക്കുക. സ്ക്വയർ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ +or- ആവും. അപ്പോൾ നമുക്ക് x = +or- എന്ന് കിട്ടി. എന്ന് വെച്ചാൽ x ഒന്നെങ്കിൽ വെറും √3 ആവാം, അല്ല എങ്കിൽ x -√3 ആവാം. അപ്പോൾ എക്സിന് 2 ഉത്തരങ്ങളുണ്ട്. ഈ 2 ഉത്തരങ്ങളും എഴുതിയവർക്ക് മാത്രമേ ഫുൾ മാർക്ക് തരുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ശരി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ.